ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു കോമിക് വിൻസ. സോ വീണ്ടും എനിക്കൊരു നിർബന്ധിത ബ്രേക്ക് എടുക്കേണ്ടി വന്നു ഗൈസ്. എല്ലാവരും എന്നോട് ക്ഷമിക്കാം. വേറൊന്നല്ല, എൻ്റെ ഫോണിന് ചെറിയൊരു കംപ്ലൈൻറ്റ് വന്നു. മാത്രവുമല്ല, ഞാനൊരു ചെറിയ സ്റ്റാർട്ടപ്പ് തുടങ്ങുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടുള്ള ചെറിയ തിരക്കുകളും യാത്രകളൊക്കെ കാരണം എനിക്ക് നിർബന്ധമായിട്ടും ഈ ഒരു ബ്രേക്ക് എടുക്കേണ്ടി വന്നതാണ്. സോ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള എല്ലാവരോടും ഞാനൊരു ക്ഷമയിക്കുകയാണ്. ഐ എം റിയലി സോറി ഗൈസ്. സോ ഞാനൊരു സ്റ്റാർട്ടപ്പിൻ്റെ കാര്യം പറഞ്ഞില്ലേ, അത് എന്താണ്, എങ്ങനെയാണ്, എപ്പോഴാണ് എന്നെല്ലാം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതായിരിക്കും. സോ ഇപ്പോൾ അത് സർപ്രൈസ് ആയിട്ട് തന്നെ ഇരുന്നോട്ടെ. ഇപ്പോൾ നമുക്ക് വന്ന കാര്യത്തെക്കുറിച്ച് സംസാരിക്കാം. അതിനു മുമ്പായിട്ട് ഞാനൊരു ചോദ്യം കൂടി ചോദിക്കാം. ഞാൻ ഉൾപ്പെടെയുള്ള ഈ ഒരു തലമുറയിലെ എല്ലാ ആൾക്കാരും ഒട്ടും ക്രിയേറ്റീവ് അല്ല എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ നിഷേധിക്കുമോ? നിങ്ങൾ നിഷേധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. പക്ഷെ ഇപ്പോഴല്ല, ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം മാത്രം. സോ അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് തന്നെ വാച്ച് ചെയ്യുക. ഞാൻ ഇപ്പോൾ ചോദിച്ച ഈ ഒരു ചോദ്യം ചോദിക്കാനുള്ള കാരണം തന്നെ ഇന്നത്തെ എൻ്റെ ഈ ഒരു ടോപ്പിക്കാണ്. ബനാന ഫിഷ് എന്നൊരു ആനിമി സീരീസ് ഉണ്ട്. ആനിമി വേൾഡിൽ തന്നെ ഏറ്റവും ഐക്കോണിക് ആയിട്ടുള്ള ആനിമകളിൽ ഒന്നാണ് ഈ ബനാന ഫിഷ്. ഇതുവരെയും ഈ ഒരു ആനിമി സീരീസിന് ഒരു ഇംഗ്ലീഷ് ഡബ് ലഭിച്ചിരുന്നില്ല. എന്നാൽ ഇന്ന് ആദ്യമായി ഒരു ഇംഗ്ലീഷ് ഡബ് ഈ ഒരു ആനിമിക്ക് ലഭിച്ചിരിക്കുകയാണ്. എന്നാൽ അത് പൂർണ്ണമായും ഒരു AI ജനറേറ്റർ ആണ്. ആമസോൺ പ്രൈം വീഡിയോ ആണ് ഈ AI ബീറ്റ ഡബ് റിലീസ് ചെയ്തത്. എന്നാൽ ഇത് പുറത്തിറങ്ങിയത് മുതൽ ഫാൻസിൽ നിന്നും വോയിസ് ആക്ടർമാരിൽ നിന്നും വലിയ പ്രതികരണങ്ങളാണ് ഉയരുന്നത്. ബനാന ഫിഷ് പോലെ വികാരഭാരം നിറഞ്ഞ ട്രോമ, ബന്ധങ്ങൾ, മാനസിക സംഘർഷങ്ങൾ എന്നിവയൊക്കെ പറഞ്ഞു പോകുന്ന കഥയ്ക്ക് യഥാർത്ഥ മനുഷ്യ വോയിസ് ആക്ടർമാരുടെ പ്രകടനം അത്യന്താപേക്ഷിതമാണ്. AI ശബ്ദം ടോട്ടലി മെക്കാനിക്കലും വികാരമില്ലാത്തതും ലിപ്സിംഗ് പോലും ഇല്ലാത്തവ എന്ന കാരണം ആരാധകർ ഈ ആനിമയുടെ ആത്മാവ് തകർക്കുന്നു എന്ന് തന്നെ തുറന്നു പറയുന്നു. നിരവധി വോയിസ് ആക്ടർമാരും ഇതിനെതിരെ ശക്തമായി തന്നെ പ്രതികരിച്ചു. ഇത് കലാകാരന്മാരുടെ ജോലിയെയും അവകാശങ്ങളെയും അപമാനിക്കുന്നു എന്നാണ് അവരുടെ നിലപാട്. ഏറെ കാലമായി ബനാന ഫിഷിന് ഒരു ഇംഗ്ലീഷ് ഡബ് വേണമെന്ന ആവശ്യം നിലനിന്നിരുന്നെങ്കിലും അത് ഇത്തരത്തിൽ AI വഴി വരുന്നത് പലർക്കും വലിയ നിരാശയായി. ടെക്നോളജി വളരുന്നത് നല്ലതാണെങ്കിലും കലയും വികാരവും നിറഞ്ഞൊരു ആനിമയെ റോബോട്ടിക് ശബ്ദത്തിലാക്കി മാറ്റുന്നത് ശരിയായ വഴിയല്ലെന്നാണ് ഈ വിവാദം വ്യക്തമാകുന്നത്. ഈ ഒരു വിവാദത്തോട് ഞാനും ടോട്ടലി യോജിക്കുന്നു. ഈ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി സംഭവിക്കുന്ന ചില കാര്യങ്ങൾ, അതിലുപരി മനുഷ്യർ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങൾ എനിക്ക് ഒട്ടും തന്നെ കണക്ട് ആവുന്നില്ല. സംഭവം എന്താണെന്ന് വെച്ചാൽ, മനുഷ്യർ തന്നെ പറയുന്നു AI മനുഷ്യരുടെ ജോലി ഇല്ലാതാക്കുന്നെന്നും മനുഷ്യരുടെ അന്തകനാണ് AI എന്നൊക്കെ. എന്നാൽ അതേ മനുഷ്യൻ തന്നെ അനാവശ്യമായിട്ട് AI വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതെങ്ങനെയാണ് നിങ്ങൾക്ക് കണക്ട് ആവുന്നത്? എനിക്കത് പറഞ്ഞുതരൂ. ഇപ്പോൾ എനിക്ക് ശരിക്കും ഓർമ്മ വരുന്നത് എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് എന്നോട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഞങ്ങൾ ഒരുപാട് ടോപ്പിക്സിനെ കുറിച്ച് പല സമയത്തും സംസാരിക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ AI പറ്റി സംസാരിച്ച ഒരു സമയത്ത് അവൻ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് പണ്ടൊരു ഡയറക്ടർ പറഞ്ഞൊരു കാര്യമാണ്. കാര്യം ഇത്രേ ഉള്ളൂ: മനുഷ്യൻ്റെ ക്രിയേറ്റിവിറ്റി എന്നില്ലാതാവുന്നോ അന്നാവും AIയുടെ വളർച്ച ഉണ്ടാവുന്നതെന്ന്. സോ ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് ഇന്നത്തെ തലമുറ ഒട്ടും ക്രിയേറ്റീവ് അല്ല എന്നാണ്. ഒരുപാട് പേരും AIയുടെ പുറകെയാണ് പോകുന്നത്. പല ക്രിയേറ്റീവായിട്ട് ചെയ്യുന്ന വീഡിയോകൾക്ക് പോലും കിട്ടാത്ത ലൈക്കുകളാണ് AI വീഡിയോകൾക്ക് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇതുപോലെ എന്തൊക്കെ മഹാഭാരതം പോലെയുള്ള ഒരു മഹാകാവ്യത്തെ വെറും ഒരു AI വെച്ച് നശിപ്പിക്കാൻ ശ്രമിച്ച മനുഷ്യന്റെ ബുദ്ധിയാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇങ്ങനെയാണ് പോകുന്നെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് ഇതായിരിക്കും: AIയുടെ ബുദ്ധി വളരും തോറും മനുഷ്യന്റെ ബുദ്ധി ഇല്ലാണ്ടാവും. സോ ഈ ഒരു ടോപ്പിക്കിൽ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് നിങ്ങൾക്ക് എന്തൊക്കെയാണോ പറയാനുള്ളത് അതെല്ലാം ലെറ്റ് മീ നോ ഇൻ കമൻസ്. സയോനാര.